ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സിമ്പിളായിട്ടും ഫ്രീ ആയിട്ടും നമുക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പറഞ്ഞു തരുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ആപ്ലിക്കേഷൻ VN ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ സിമ്പിളായിട്ടുള്ള രീതിയിൽ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. എല്ലാ ഫോണിലും ഫ്രീ ആയിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആപ്പാണ് VN എഡിറ്റർ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഫോൺ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഫോൺ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് VN ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പൊ ഡൗൺലോഡ് ആയിട്ടുണ്ട്. VN ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്ത ശേഷം ന്യൂ പ്രോജക്റ്റ് എന്നൊരു പ്ലസ് ബട്ടൺ കാണാം. അതിൽ പ്രസ് ചെയ്യുക. താഴെ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്, വീഡിയോ ബേസ്ഡ്, മ്യൂസിക് ബേസ്ഡ്. അതിൽ നമുക്ക് വീഡിയോ ബേസ്ഡ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് സേവ് കൊടുക്കാം. കുറച്ച് പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ അതെല്ലാം നമുക്ക് അലൗഡ് ഓൾ കൊടുക്കുക. മുകളിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഗാലറി ഓപ്പൺ ആവുന്നതാണ്. അതില് ഓൾ, വീഡിയോ, ഫോട്ടോസ് എന്നിങ്ങനെ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതില് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ഫോണിലുള്ള വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഏതാണോ അത് സെലക്ട് ചെയ്യാം. ഒന്നോ അതിൽ കൂടുതലോ നമുക്ക് ഒരേ സമയം സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോസ് എല്ലാം താഴെയായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് തുടങ്ങാം. ഇനി ഇതിലുള്ള കുറച്ച് ടൂൾസൊക്കെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് കാണുന്നത് പ്ലേ ചെയ്യാനുള്ള ബട്ടണാണ്. അടുത്തത് നെക്സ്റ്റ് ക്ലിപ്പിലേക്ക് പോകാനുള്ള ബട്ടൺ. അടുത്തത് പ്രീവിയസ് ക്ലിപ്പിലേക്ക് പോകാനുള്ള ബട്ടണാണ്. അടുത്തത് റീഡോ ബട്ടൺ. അടുത്തത് അൺഡു ബട്ടൺ. നെക്സ്റ്റ് കാണുന്നത് മ്യൂസിക് ആഡ് ചെയ്യുന്നതിനുള്ള ബട്ടണാണ്. അതിൻ്റെ താഴെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ബട്ടണുണ്ട്. ഫോട്ടോസ്, വീഡിയോസ് ആഡ് ചെയ്യുന്നതിനുള്ള ബട്ടൺ. സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനുള്ള ബട്ടൺ. ഈ കാണുന്ന ബട്ടൺ വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണാനായിട്ട്. ബാക്കി വരുന്ന ടൂൾസ് എഡിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യുക. ഇതിൽ ആവശ്യമില്ലാത്ത സീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സിസറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ സ്പ്ലിറ്റ് ആവും. അതിനുശേഷം ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലിപ്പ് ഡിലീറ്റ് ആവുന്നതാണ്. വീഡിയോയ്ക്ക് ആവശ്യത്തിന് സ്പീഡ് കുറവാണെന്നുണ്ടെങ്കിൽ സ്പീഡ് എന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. 2 ഓപ്ഷൻസ് ഉണ്ട്, കർവ്, റെഗുലർ. ഇതിൽ റെഗുലറിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഫ്രണ്ടിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും വീഡിയോയുടെ സ്പീഡ് കൂടുകയും ബാക്കിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും സ്പീഡ് കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ട്രാൻസിഷൻ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കുറേ ട്രാൻസിഷൻസ് വരുന്നതായിരിക്കും, ബ്ലാക്ക്, വൈറ്റ്, സൂം എന്നിങ്ങനെ. നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള ട്രാൻസിഷൻ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻസ് എല്ലാം ഒന്ന് മാറി മാറി പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് കളർ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഡിഫോൾട്ട് ആയിട്ടുള്ള കുറേ പ്രീസെറ്റ്സ് ഉണ്ട്. അതിൽ നിന്നും നമുക്ക് അനുയോജ്യമായിട്ടുള്ള പ്രീസെറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഓക്കെ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാനുവലി നമുക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എക്സ്പോസർ, കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നസ് എന്നിങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. ഇതിൻ്റെയൊക്കെ വാല്യൂ കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് ഓരോ വീഡിയോയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വീഡിയോയിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. അതിനായിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ആഡ് എ ഹെഡിങ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മ്യൂസിക്, വോയിസ് ആഡ് ചെയ്യാം. അതിനായിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും 3 ഓപ്ഷൻസ് വരും. മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട്, സോങ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട്, എഫക്റ്റ്, സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്യാനായിട്ട്, റെക്കോർഡ് എന്നുണ്ട്. അതിൽ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. റെക്കോർഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പെർമിഷനൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ അലൗഡ് കൊടുക്കാം.
അതിനുശേഷം റെഡ് ബട്ടൺ ഉണ്ടാവും, അതിൽ പ്രസ് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ റെക്കോർഡ് ചെയ്തത് സേവ് ആകുന്നതാണ്. റെക്കോർഡ് ചെയ്ത സൗണ്ട് ഏത് പൊസിഷനിലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി മ്യൂസിക് ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. മ്യൂസിക്, ഫേവറേറ്റ്, മൈ മ്യൂസിക് എന്നിങ്ങനെ 3 ഓപ്ഷൻസ് കാണാം. ഇതിലെ മ്യൂസിക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫോണിലുള്ള മ്യൂസിക് എല്ലാം കാണിക്കുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന മ്യൂസിക് ടൈം ലൈനിൽ വന്നിട്ടുണ്ട്. മ്യൂസിക്കിൻ്റെ സൗണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. അതിനായിട്ട് മുകളിൽ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ഓരോ ഓപ്ഷൻ വരുന്നതാണ്. അതിൽ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതാണ്. ഞാൻ കൂടുതലും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് VN എഡിറ്റർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളത് VN കൂടെ തന്നെയാണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പൊ ഇത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.